വിഷമിക്കുന്ന ആരെല്ലാം ദമ്പതികളുണ്ടോ ഹൈറായ മക്കളെ കൊടുക്കണം റബ്ബേ. 10, 18, 20 കൊല്ലമായി ദാമ്പത്തിക ജീവിതം നടത്തി കല്യാണം കഴിഞ്ഞിട്ട് അതേ ഒരു കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതിയ എത്രയോ സഹോദര സഹോദരിമാര്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന കൊടക് ജില്ലയിലെ കുഞ്ചിലം സ്വലാത്ത്, അതുപോലെ ബായാറ് സ്വലാത്തിലൊക്കെ 1000-കണക്കിന് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ് ഏൽപ്പിച്ചവരും ഒരുപാട് സന്തോഷമുണ്ടായ ആളുകളെ കൊണ്ട് ആ നിലക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന ആരെല്ലാം ഉണ്ടോ ഹൈറായ മക്കളെ കൊടുക്കണം റബ്ബേ. ഉള്ള മക്കളെ നീ സ്വാലിഹീകളാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നല്ല ഇൽമും ഹിക്മത്തും ബുദ്ധിയും തന്റെ ഇടവും മനക്കരുത്തും നൽകണം റബ്ബേ. ഞങ്ങളെ കുട്ടികൾക്ക് പഠനത്തിലും പരീക്ഷയിലും വിജയം നൽകണം റഹ്മാനെ റബ്ബേ. കുട്ടികളെ കാര്യം മക്കളെ കാര്യം പറഞ്ഞ് ഒരുപാട് രക്ഷിതാക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞ് പലരും മക്കളും രോഗികളാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങളെ മക്കൾക്കൊക്കെ എല്ലാ രോഗങ്ങളും ആഫിയത്താക്കണേ റബ്ബേ. എത്രയോ കുട്ടികൾക്ക് മന്ദബുദ്ധിയുള്ളവർ, ബുദ്ധിക്ക് തകരാറുള്ളവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കാതിന് കേൾവിയില്ലാത്തവർ, കൈകാലുകൾക്ക് അംഗവൈകല്യമുള്ളവർ, തടിക്ക് തീരെ ശേഷിയില്ലാത്തവർ, കൈകാൽ കടച്ചിലുള്ളവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ജന്മനാ സംസാരിക്കാതെ ജനിക്കുമ്പോ തന്നെ നടക്കാതെ 10, 15, 20 കൊല്ലമായി ഒരേ കിടത്തത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാനും നടക്കാനും പോലും കഴിയാതെ ബുദ്ധിക്ക് തകരാറില്ലാതെ വിഷമിക്കുന്ന എത്രയോ കുട്ടികളെ കാര്യം പറഞ്ഞ ദുആ കൊണ്ട് പറഞ്ഞ ആളുകൾ ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ സകല കുട്ടികൾക്കും നീ ആഫിയത്താക്കണേ റബ്ബേ. ഞങ്ങൾക്കും പറയപ്പെട്ടവർ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവർ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ, ഞങ്ങളിലും പറയപ്പെട്ടവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ഉമ്മ ഭംഗന്മാര്, പ്രായമുള്ളവർ, ഞങ്ങളെ കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, മുഹബ്ബീങ്ങൾ, ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളാൽ പ്രയാസപ്പെട്ട രോഗികളുണ്ടോ നീ ആഫിയത്താക്കണേ റബ്ബേ. സൈഡ് എഫക്ട് വന്നവർ കിഡ്നി 2 ഫെയിൽഡായി, 2 കിഡ്നിയും ഫെയിൽഡായി, ഡയാലിസ് പോലും നടക്കില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതിയ രോഗികൾ അല്ലാ ഡയാലിസ് ഇല്ലാതെ നീ സുഖപ്പെടുത്തണം റബ്ബേ. ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, ഹാർട്ടിന് തകരാറുള്ളവർ, കൊളസ്ട്രോൾ കൊണ്ടും ഷുഗർ കൊണ്ടും BP കൊണ്ടും പ്രയാസപ്പെട്ടവർ, തലവേദന സഹിക്കാൻ കഴിയാതെ ഉറക്കം വരാത്തവർ, കൈക്കാൽ കടച്ചിലുള്ളവർ, കൈക്കാൽ നീര് വന്ന് മുട്ടി നടക്കാൻ കഴിയാത്തവർ, ഡിസ്കിന്റെ തകരാറുള്ളവർ, കാലിന്റെ നരമ്പ് ചുരുണ്ട് കയറിയിട്ട് കടച്ചിൽ സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് പറഞ്ഞ് ധാരാളം സഹോദര സഹോദരിമാരടക്കം ആർക്കെല്ലാം എവിടെയെല്ലാം രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ടോ എല്ലാ രോഗങ്ങളും നീ ആഫിയത്താക്കണേ റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫ് കൊണ്ട് സകല രോഗങ്ങളും ആഫിയത്താക്കണേ അല്ലാഹ്. ഈ ഷാഫിയാണ് റബ്ബേ, ഈ കാഫിയാണ് റബ്ബേ, ശിഫാവിന്റെ ഔദാര്യമാണ് റബ്ബേ. ഈ പൂർണ്ണ ആഫിയത്താക്കണം റഹ്മാനേ. രോഗികളായി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് കാലം രോഗികളായി ഞങ്ങളെ നീ നീട്ടിയിടല്ല റഹ്മാനെ റബ്ബേ. ഒരുപാട് കാലം രോഗികളായി നീട്ടിയിട്ട് ഞങ്ങളെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, മാതാപിതാക്കൾ, കുട്ടികൾ, ഞങ്ങളെ സ്നേഹികൾ, ഉസ്താദന്മാര് വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അത്തരം രോഗത്താൽ പരീക്ഷിച്ചവർക്ക് ഈ മജ്‌ലിസ് കൊണ്ട് നീ ആഫിയത്താക്കണേ റബ്ബേ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മജ്‌ലിസ് മഹാനായിരിക്കുന്ന ശൈഖ് ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖുനാ വമുർശിദുനാ താജുൽ ഉലമാ ഉള്ളാളം തങ്ങൾ അടക്കമുള്ള ശൈഖുനാ നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ അവരെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മജ്‌ലിസ് അല്ലാഹ് നീ സലാമത്തിലാക്കണേ റബ്ബേ. ഞങ്ങളെ ഈ മജ്‌ലിസിനെ ഏറ്റെടുക്കണേ റബ്ബേ. ദുആ ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ റബ്ബേ. ഞങ്ങളെ കൈകളെ നീ ഖായിബാക്കി നിരാശയാക്കി ഞങ്ങളെ മടക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖൽബിനെ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഹിബർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ് പോലത്തെ ഒരു ദുഷിച്ച സ്വഭാവവും ചിന്തയും ഞങ്ങളെ ഖൽബിൽ നൽകല്ല റഹ്മാനെ. ഞങ്ങൾക്കോ ഞങ്ങൾക്ക് നൽകിയതിലോ ആരെങ്കിലും വല്ല ബുദ്ധിക്കുറവ് കൊണ്ട്, വല്ല ബുദ്ധിമോശം കൊണ്ട്, വല്ല സിഹറോ ശൈത്താനോ ഞങ്ങൾക്കോ, ഞങ്ങളെ നാടിനിക്കോ, ഞങ്ങളെ മഹല്ലിനിക്കോ, ഞങ്ങളെ ജമാഅത്തിനിക്കോ, ഞങ്ങളെ സ്ഥാപനത്തിനിക്കോ, ഞങ്ങളെ ദറസിനിക്കോ, ഞങ്ങളെ കുടുംബങ്ങൾക്കോ വല്ല സിഹറു ശൈത്താൻ ആരെങ്കിലും
ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സകല സിഹറും നീ ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ശൈത്താന്മാരും നശിപ്പിക്കണേ റബ്ബേ. സകല കണ്ണൂരും നശിപ്പിക്കണേ റബ്ബേ. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫ് കൊണ്ട് എല്ലാ വിഷമങ്ങളും തീർക്കണം റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മാതാപിതാക്കൾ മക്കൾക്കിടയിൽ, നാടുകൾക്കിടയിൽ വല്ല സിഹ്ർ ശൈത്താന ശർറ് കൊണ്ട് വല്ല യോജിപ്പിനിക്ക് വല്ല കുറവുണ്ടെങ്കിൽ എല്ലാം നീ യോജിപ്പിലാക്കണേ അല്ലാഹ്. സുൽഹിലാക്കണേ അല്ലാഹ്. ഇൽഫത്തിലാക്കണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സലാമത്തിലാക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ മരിക്കുന്ന സന്ദർഭം എപ്പോഴാണ് മരിക്കുക എന്ന് ഞങ്ങൾക്ക് അറിയൂല. എപ്പ മരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. മരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ നേതാവ് ശഫീഉൽ മുദ്നിബീൻ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹ് കണ്ട് തബസ്സുമിലായി പുഞ്ചിരിയോടെ ഞങ്ങൾക്ക് മരിക്കണം. അത് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഞങ്ങൾക്ക് ഇൽമില്ല, ഇബാദത്തില്ല, അമലുമില്ല, ഒന്നുമില്ല. എങ്കിലും ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളാണ് റഹ്മാനെ. അക്കാരണത്താൽ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. മരിക്കുമ്പോ ഞങ്ങൾ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമ നൽകണേ അല്ലാഹ്. സൂഉൽ ഖാത്തിമ നൽകല്ല റബ്ബേ. ശൈത്താന്റെ ശർറിൽ പെടുത്തല്ല റബ്ബേ. റബ്ബേ, മരിക്കുന്ന സന്ദർഭത്തിൽ മൗത്ത് ഹാദറായവനിക്ക് മരിക്കുന്ന സന്ദർഭത്തിൽ റഹ്മത്തിന്റെ മലക്കുകൾ ചുറ്റും പൊതിഞ്ഞിട്ട് റഹ്മത്തിന്റെ മലക്ക് ചോദിക്കുന്നു, ഹബീബായ തങ്ങളെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് തങ്ങളെ പരിചയമുണ്ടോ, തങ്ങളെ കണ്ടിട്ടുണ്ടോ, അറിയോ എന്ന് മൗത്ത് ഹാദറായവനോട് ഇങ്ങനെ ചോദിക്കുമ്പോ തങ്ങളെ മുഹിബ്ബ് പറയും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് ഞങ്ങളെ മൗത്ത് നീ ഖബൂലാക്കണേ അല്ലാഹ്. തങ്ങളെ കാണിക്കാതെ ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ. പല പ്രാവശ്യം തങ്ങളെ യഖ്ദത്തിലും മനാമിലും ഞങ്ങൾക്ക് നീ കാണിക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈ മജ്ലിസ് സംഘടിപ്പിച്ച കാരണം ഈ അനുസ്മരണ മജ്ലിസ്, മൂർത്തയുടെ മജ്ലിസ്, ഹബീബായ തങ്ങളെ മഹത്വം പറഞ്ഞ, അവിടുത്തെ ബൈത്ത് പറഞ്ഞ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട മജ്ലിസ് ഒരുക്കിയ കാരണം ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി സഹായിച്ച് ഞങ്ങളെ നാട്ടുകാർ, ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാര്, അതുപോലെ തന്നെ ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, കമ്മിറ്റി ഭാരവാഹികള്, ഇവിടുത്തെ ഉസ്താദന്മാർ, ഉമ്മ പങ്ങന്മാരൊക്കെ ഇതിനു വേണ്ടി വല്ലാതെ സഹായിച്ചവരാണ്, സ്നേഹിച്ചവരാണല്ലോ. ഈ കാരണം കൊണ്ട് ഹബീബായ തങ്ങളെ കാണിക്കണമല്ലോ. ഈ മജ്ലിസിന്റെ കാരണം കൊണ്ട് ഹബീബായ തങ്ങളെ പരിശുദ്ധ റൗളയിൽ പോയി സലാം പറയാനും സിയാറത്താക്കാനും ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ആവതാക്കണേ അല്ലാഹ്. മഖബൂലും മബ്രൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനു മുമ്പ് ഞങ്ങളെ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ. പെട്ടെന്ന് ഞങ്ങളെ മൗത്താക്കി ഞങ്ങളെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല റബ്ബേ. ഞങ്ങളെ ഭാര്യമാര്, മാതാപിതാക്കൾ, ഞങ്ങളെ സ്നേഹികളെ, ഉസ്താദന്മാർ ഒരാളെയും പെട്ടെന്ന് മൗത്താക്കി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. റബ്ബേ, ഞങ്ങളെ പെട്ടെന്ന് മൗത്താക്കി ഞങ്ങളെ കടങ്ങളൊക്കെ ഉള്ളതോടുകൂടെ ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ. എല്ലാ കടങ്ങളും ബാധ്യതകളും ഹക്കടപാടുകളൊക്കെ കൊടുത്തതിന്റെ ശേഷം സന്തോഷത്തോടെ ഞങ്ങൾക്ക് നിന്റെ മൗത്ത് ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കണം റബ്ബേ. റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വർഗം മുജൂബാക്കി നരകം ഹറാമാക്കണം റബ്ബേ. ആര് ഞങ്ങളെ കൈയൊഴിച്ചാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈയൊഴിക്കല്ല റഹ്മാനെ. ആരാരുമില്ലാത്ത ഖബറാകുന്ന ഇരുട്ടറയിൽ ഞങ്ങൾക്ക് നീ തുണയാകണം റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاء من برحمتك يا أرحم الراحمين.